ഇതിന്റെ പ്രത്യേകത ഈ വെറൈറ്റിയുടെ ഇത് ഇവിടുത്തെ ലോക്കൽ വെറൈറ്റിയാണ്. ഇത് പഴുത്ത അത്ര ദിവസം ഇരിക്കത്തില്ല, പക്ഷെ ഭയങ്കര ഫ്ലേവറും ഭയങ്കര ടേസ്റ്റും മണം ഭയങ്കര അല്ലേ, ഭയങ്കര ഫ്ലേവറായത്. നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയി പോകും എന്ന് പറഞ്ഞാൽ എല്ലാ മാവിലും നിറയെ മാമ്പഴം ഇത് കണ്ടില്ലേ, എല്ലാ മാവിലും. ഈ മാങ്ങയാണ് എല്ലാവർക്കും ഇഷ്ടം. കണ്ടോ, ഇത് കറക്റ്റ് പാകമായി വരുന്ന ഒരു മാങ്ങ. അതാ കണ്ടോ, നല്ല 1 കിലോയിൽ കൂടുതൽ കാണുന്ന മാങ്ങയുണ്ട്. ഏത് ഐറ്റം വേണ്ടത് അല്ലെങ്കിൽ ഏത് വെറൈറ്റി തൈയാണ് വേണ്ടത് എന്നുള്ളത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യും. ഇതേ സൈസിലുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഉറപ്പായിട്ടും ആരായാലും വാങ്ങിപ്പോകും കേട്ടോ. ഇത് കണ്ടേ, ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോന്നിന്റെ എല്ലാത്തിന്റെ ടേസ്റ്റ് അറിയാം. ഇതെല്ലാം ഉണ്ടാവും. ഇത് വലിയ കളറൊന്നും കാണത്തില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും. കണ്ടോ, ഒട്ടുമേ നാരില്ല. കണ്ടോ, ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെ 10 ദിവസത്തെ ഫെസ്റ്റ്. 10 ദിവസമാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്ത് നമ്മുടെ ദിളഭാപുരം ഫാം സ്റ്റോറി. നമ്മുടെ ചാനലിൽ വന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ വർഷത്തെ പ്രത്യേകത, ഈ വർഷം വരാൻ പോകുന്ന മാംഗോ ഫെസ്റ്റിന്റെ പ്രത്യേകത? ഈ വർഷത്തെ മാംഗോ ഫെസ്റ്റ് നമ്മൾ കൊല്ലത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. അത് വരുന്നത് ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെയുള്ള, അതായത് കഴിഞ്ഞ വർഷം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് 3 ദിവസം ഫെസ്റ്റേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പരിഗണിച്ചിട്ട് ഗ്രാൻഡായിട്ട് നടത്തുവാണ്. പിന്നെ കൊല്ലം 75 10 ദിവസം കൊല്ലം 75 ഇയേഴ്സിന്റെ ഒരു തീമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 75 വെറൈറ്റി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 70ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം 75 വെറൈറ്റി നമ്മൾ പ്രസൻറ്റേഷനുണ്ട്. പിന്നെ മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം 30 കൂടുതൽ വെറൈറ്റി നമ്മൾ സെയിലിനുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതിലേക്കായി കൂടുതൽ ചെയ്യാം. 30 കൂടുതൽ അല്ലേ? അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഇത്തവണ വരുന്നുണ്ട് അല്ലേ? ഇനി പുതുതായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആരോടും ചേച്ചിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, മാംഗോ ഫെസ്റ്റ് എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. ഇത്തവണ ചേച്ചി ഒന്ന് പുറകിലോട്ടാവുമെന്ന് പേടിച്ചിട്ട് നേരത്തെ കമന്റ് വന്നു തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്നാണ് ഡേറ്റ്, എപ്പോഴാണ് ഇത്തവണ ഇല്ലേ എന്നുള്ള. ശരിക്കും ഞാൻ ഈ മാംഗോ ഫെസ്റ്റിന് മുമ്പ് നമ്മൾ മാംഗോ പാഴ്സൽ അയക്കുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കോമൺ മെസ്സേജ് ഇടുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയവർക്കെല്ലാം അയച്ചു തുടങ്ങി. അത് പക്ഷേ ഒരു സർപ്രൈസ്, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആൾറെഡി 15 ദിവസമായിട്ട് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്രയും ആൾക്കാർ വെയിറ്റിംഗ്. ഞാൻ വന്നപ്പോഴും പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും ഒരുപാട് പേർ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും ഒരുപാട് പേരിലേക്ക് മാമ്പഴം ആയാലും എത്തും, നല്ല ക്വാളിറ്റിയുള്ള തൈകളായാലും. അല്ലേ, തൈകൾ കാണിച്ചു തരാം. ചക്കരക്കുട്ടിയാണ് ഏറ്റവും ഷോർട്ടേജ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഈ പ്രാവശ്യം ചക്കരക്കുട്ടി, കായോടുകൂടിയ ചക്കരക്കുട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കാണിച്ചു തരാം. അപ്പൊ ഇത്തവണ വാങ്ങാൻ വരുന്ന ആൾക്കാർ എന്തായാലും ഹാപ്പി ആയിട്ട് പോകുള്ളൂ. അതെ, തീർച്ചയായും. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാംഗോ ഫെസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. മാംഗോ ഫെസ്റ്റ് എന്ന് പറയുന്നത് വെച്ച് ഒരുപാട് വെറൈറ്റി അല്ലേ, മാമ്പഴങ്ങളെ പരിചയപ്പെടാനുള്ള അവസരം, കൂടാതെ നല്ല ക്വാളിറ്റിയുള്ള തൈകളും വാങ്ങാം അല്ലേ വന്നു കഴിഞ്ഞാൽ. ഇത് എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു ഫെസ്റ്റ് ആണ്. 5ാമത്തെ വർഷമാണ്. അപ്പോൾ ഏതാണ്ട് 3-4 വർഷമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട് അല്ലേ, നമ്മുടെ ചാനൽ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുത്ത എല്ലാവരും ഹാപ്പി ആയിട്ടാണ് മടങ്ങാറ്. ഒരുപാട് പേര് അല്ലെ, എല്ലാവരും പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു നല്ലൊരു കഷ്ടപ്പാടുണ്ട്. അതായത് അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം നമ്മൾ കഴിയുന്നത് എല്ലാവർക്കും പഴുത്ത മാങ്ങ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഈ കുറച്ച് ഫെസ്റ്റിന്റെ ഒരു 3-4 ദിവസമൊക്കെ ആയപ്പം പഴുത്തത് നമുക്ക് ഇവിടുന്ന് പിന്നെയും പറിച്ച് നമ്മൾ അവിടെ എത്തുമ്പം പഴുക്കുന്നില്ല. അപ്പോൾ അത് ഈ പ്രാവശ്യം അത് പരിഹരിക്കും. ഇത്തവണയും കൊല്ലംകാർക്കാണ് ആ ഭാഗ്യം. അതെ, തീർച്ചയായിട്ടും. അല്ല, എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഞങ്ങൾ ഈ വർഷം ഒരു സർവീസ് കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് വരാൻ പറ്റാത്തവർക്ക് ഒരു, അതായത് നമ്മൾ അവിടെ എത്തിക്കാൻ, മാംഗോ ഫ്രൂട്ട് അവിടെ എത്തിക്കാനായിട്ട്, അപ്പോൾ അവിടുന്ന് തന്നെ ഒരു കൊറിയർ സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ടൈമിൽ ഗസ്റ്റുകളും എല്ലാം വരുമ്പോഴും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇപ്പോഴേ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ മാക്സിമം ചെയ്യാം, ശ്രമിക്കാം. ഇനി നമുക്ക് മാംഗോ അയക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിലവില്. അപ്പോൾ ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അയക്കും, തീർച്ചയായിട്ടും അയക്കും. മെയ് വരെ അയക്കും. എങ്ങോട്ടെങ്കിലും അയക്കാൻ പറ്റും. കേരളത്തിൽ മൊത്തം അയക്കുന്നുണ്ട്, പിന്നെ ബാംഗ്ലൂരിലൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ശകലം കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെല്ലാം സെയിം കൊറിയർ ചാർജ് ഉൾപ്പെടെ. ഇവിടെ നമ്മൾ അയക്കുന്ന മാമ്പഴങ്ങൾ പ്രത്യേകത എന്താ?
നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതും ഇവിടെ നിന്ന് വാങ്ങുന്നതും? അത് ഇവിടുന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ പഴയ കസ്റ്റമർ തന്നെ ചേച്ചി ലിസ്റ്റ് ചെയ്ത് വെച്ചത് ഞാൻ കണ്ടു. അപ്പോൾ പഴയ കസ്റ്റമർ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെസ്റ്റിസൈഡ് ഫ്രീ ആണ്. അതായത് ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ നമുക്ക് മരുന്ന് പ്രയോഗങ്ങളൊന്നുമില്ല, രാസകീടനാശിനികളൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിനുള്ള വളം എല്ലാം കൊടുത്ത് പിന്നെ അതേപോലെയാണ് വളർത്തുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് കുറച്ച് നഷ്ടം വരും. ഈ കായ്ച്ചക്കണിയൊക്കെ നമ്മൾ ഫെർമോൺ ട്രാപ്പ് അതാണ് നമ്മൾ ഇവിടെ തൂക്കുന്നത്, അല്ലാതെ നമ്മൾ വേറെ ഒന്നും. പിന്നെ ഈ കാണിച്ചു തരാം ഞാൻ, ഈ മാങ്ങയെല്ലാം പറക്കി വെള്ളത്തിയിടും, ചെറുത് വീഴുന്നതെല്ലാം. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വൈകിട്ട് പുകയിടും, ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാം. അത് തന്നെ. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ വന്നിട്ട് ഈ മാവ് മുഴുവൻ എനിക്ക്, അങ്ങനെ ചില കസ്റ്റമർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും 20 കിലോ അയക്കുമ്പോഴും പറയും ആ മാവിന്റെ മൊത്തം ഹിമപസന്താണ് അത് കൂടുതൽ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കവറൊക്കെ വരെ ഇട്ട് നമ്മൾ നിർത്തിയിരിക്കുക. അപ്പം നമ്മളത് ശരിക്കും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഓരോ കസ്റ്റമേഴ്സിന്റെയും കയ്യിൽ അത് എത്തിക്കുന്നത്. അതിനകത്ത് എന്റെ പിന്നിൽ ഒത്തിരി പാടുണ്ട്. നമുക്ക് പാക്കിംഗ് എല്ലാം കാണിച്ചു, കാരണം ഒരു ഡാമേജും ഇല്ലാതെയാണ് കസ്റ്റമർ കയ്യിൽ എത്തുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പച്ച മാങ്ങയാണ് നമ്മൾ അയക്കുന്നത്, പറിച്ച് പഴുക്കാത്ത. പിന്നെ റിക്വസ്റ്റിൽ ഇപ്പൊ ഈ പെരുന്നാളിനൊക്കെ റിക്വസ്റ്റിൽ പഴുത്തത് വേണമെന്ന് പറഞ്ഞവർക്ക് നമ്മൾ കളർ തുടങ്ങുന്നത് അയക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് തോട്ടത്തിന് കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ. ഇത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നല്ലോ ചേച്ചി? ഇത് ഇല്ല, ഇത് അൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചേക്കുന്നതാണ് നമ്മൾ. ഓക്കെ. ഇത് എത്ര തൈ നട്ടിട്ടുള്ള ഇപ്പോൾ ഏകദേശം? ഇതിപ്പോ ഏകദേശം നമുക്ക് 600 ശിഷ്ടം തൈ ഉണ്ടല്ലേ? ഓക്കെ. ഇതെല്ലാം വെറൈറ്റികളാണ്. കേസർ അങ്ങനത്തെ സ്ഥലത്ത് കൂടുതൽ വെറൈറ്റി. ഓക്കെ. അതാണ് ഈ കൺസെപ്റ്റ്. കാരണം നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്ന മാങ്ങകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കേസർ പോലത്തെ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇത് ഇപ്പൊ ഇതെല്ലാം മൂത്തതാ. ഇത് സിന്ദൂരം, പിന്നെ അത് നാടുശാല. ഇതെല്ലാം ഇപ്പൊ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയി പോകും. എന്ന് പറഞ്ഞാൽ എല്ലാ മാവിലും നിറയെ മാമ്പഴം കണ്ടില്ലേ? എല്ലാ മാവിലും. ഇതിൽ മാവ് ഉൾപ്പെടെ ബുക്ക് ചെയ്ത് പോയിട്ടുള്ള കസ്റ്റമറും ഉണ്ട്. ഇത് സിന്ദൂരമാ, പറയാതെ തന്നെ അറിയാം സിന്ദൂരമാന്ന്. കണ്ടോ, ഇത് ഇങ്ങനെ ഈ ഇവിടുത്തെ സ്ട്രക്ചർ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്ന വെറൈറ്റി ഏതാ? ഹിമപസന്ത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഹിമപസന്ത് തന്നെയാണ്. പിന്നെ ഇപ്പം കേസർ ചോദിക്കുന്നുണ്ട്. ഇത് പിന്നെ നടശാല എന്ന് പറഞ്ഞാൽ ഇതാണ് നടശാല. ഇത് കണ്ടോ, തിന്നിട്ടേക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് ഫുള്ള് അവർക്കുള്ളതാ കൂടുതലും. അതെ, കൊടുക്കുന്നതാ അവർക്ക്. പിന്നെ ഇതെല്ലാം ഇത് കണ്ടോ നടശാല. ഇത് ഈ മാങ്ങ കണ്ടോ നമ്മളിങ്ങനെ പറിച്ച് എടുക്കുന്നത് കണ്ടോ, ഇതെല്ലാം മൂത്ത് നിൽക്കുക. ഇത് കണ്ടോ, അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത് തിന്നു പോകുന്നത്. ഇത് നമ്മൾ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസം ഉള്ളൂ നമുക്ക്. ഇത് ഇവിടുത്തെ ലോക്കൽ വെറൈറ്റിയാണ്. ഇത് പഴുത്ത അത്ര ദിവസം ഇരിക്കത്തില്ല, പക്ഷെ ഭയങ്കര ഫ്ലേവറും ഭയങ്കര ടേസ്റ്റുമാണ്. ഭയങ്കര ഫ്ലേവറാണ് ഇതിൻ്റെ. ഇത് ഞാൻ പൂളി കാണിച്ചു തരാം, അവിടെ ഉണ്ട് പഴുത്തതിരിപ്പുണ്ട്. അപ്പോൾ അത് ഇതാണ് നടശാല. ഇവിടെ വരുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട് ചേച്ചി. ഒന്ന്, ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക. രണ്ട്, നല്ല മാമ്പഴം കഴിച്ചിട്ട് ഹാപ്പിയായിട്ട് പോവുക. അതെ അതെ. ഇതാണ്ട് ഇത് പഴുത്തതാ. അതാ കണ്ടോ, ഈ ഒരു മാമ്പഴം പഴുത്ത് നിൽക്കുക. അത് കണ്ടോ, പഴുത്തതാ. അതുകൊണ്ടാണ് അവർ കഴിക്കുന്നത്. കണ്ടോ, ഇതും എല്ലാം പഴുത്തതാ. അതാ ഇത് കണ്ടോ, തൊടുമ്പഴേ ഇങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ പറിച്ചയക്കുന്നത്. ഇങ്ങനെ തന്നെ ഇന്ന് പറിച്ച് നാളെ അയക്കും. അങ്ങനെ ഇതിപ്പോൾ ഇതെല്ലാം ഇപ്പം ഇനി നിൽക്കില്ല. ഇതിപ്പോൾ തന്നെ പറിച്ചോളൂ. കണ്ടോ, നമ്മൾ തൊടുമ്പോഴത്തേക്കിന് അതിങ്ങനെ ഇതിന്റെ പച്ചയും തമ്മിലുള്ള വ്യത്യാസം ചെറിയൊരു കളർ വരും അല്ലേ? അതെ, ഇച്ചിരി ഒരു കട്ടിൽ. അതായത് ഇതുപോലെ കണ്ടോ, പക്ഷെ നല്ല പഴുക്കുമ്പോൾ നല്ല കളർ വരും. ഇതിന് ഒത്തിരി ഫാൻസ് ഉണ്ട് കേട്ടോ ഈ വെറൈറ്റിക്ക് അല്ലേ? ഇതിന് നല്ലതാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ അത് മിൽക്ക് ഷേക്കിനും ജ്യൂസിനും എല്ലാം ഭയങ്കര ഒട്ടും ആരില്ല. പക്ഷെ ഇത് ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ മുമ്പ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ ഈ എക്സ്പോർട്ടിനൊക്കെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇത് അത് ഇരിക്കത്തില്ല. അതുകൊണ്ട് ലോക്കൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം നമ്മുടെ ഫെസ്റ്റിലോട്ട് വരുന്നുണ്ട്. എല്ലാ വെറൈറ്റി വരുന്നുണ്ട്. എല്ലാ വെറൈറ്റിയും ഇപ്പൊ നമ്മൾ പാലക്കാടുള്ള ഫാമിലാണ്. പക്ഷെ ഇതെല്ലാം കൊല്ലത്തേക്ക് അല്ലേ? നമ്മൾ പറയുന്ന ഡേറ്റിൽ കൊല്ലത്തേക്ക് എല്ലാം വരുന്നുണ്ട്. ഇത് ഒടിഞ്ഞൊരു കൊമ്പാണ്. അതിലിപ്പോ നിറയെ മാങ്ങ അല്ലേ? അതിലിത് കമ്പൊക്കെ വെച്ചിട്ട് അതിനൊന്ന് താങ്ങി നിർത്തിയിട്ടുണ്ട്. പക്ഷെ
അത് നിറയെ മാങ്ങയുണ്ട് കേട്ടോ. എല്ലാം മൂത്തു പോവുകയും ചെയ്തു. ഇതല്ലേ നോക്കി, ആ ഒരു കൊമ്പ് തന്നതാ ഇത്രയും. അതെ, ആലോചിച്ച് നോക്കി. ഈ തോട്ടത്തിലുള്ള ഏത് കണ്ടീഷൻ ആയാലും അല്ലേ നമുക്ക് മാങ്ങ തരുന്നുണ്ട്. ഇതാ കണ്ടോ, അത് അവര് വെറുതെ എങ്ങനെ തരുവാ. അതാ കണ്ടോ, ഇത് നമുക്ക് ഞങ്ങളുടെ അവിടെ കൊല്ലത്ത് നമ്മുടെ മാവിൽ ഒരാളെ കയറ്റേണ്ടി വരും നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ. എന്നാലും വലുതായി. ഇപ്പൊ ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിങ്ങനെ കിടക്കുന്ന മാവ്, അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ പിക്ക് ചെയ്യാം. മാങ്ങ ഡാമേജും വരത്തില്ല നമുക്ക്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഫാം ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം അത്രയും ആകെ നിങ്ങൾ ഏത് മാങ്ങ പിക്ക് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ആയിപ്പോ അല്ലേ. അത്രത്തോളം എല്ലാ മാവിലും നിറയെ മാങ്ങയാണ്. കണ്ടോ, നമ്മൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷമൊക്കെ ഇവിടെ തന്നെ മാങ്ങ ഇവിടെ തന്നെ വന്ന് പറിക്കാനൊക്കെയുള്ള അവസരം കൊടുത്തു. പക്ഷെ നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഫെസ്റ്റും പിന്നെ മാങ്ങ ഒരു 20 ഡേയ്സ് 10 ഡേയ്സ് നമ്മൾ മൂക്കും മാങ്ങ. പിന്നെ ഇപ്പൊ ഈ വിഷു കഴിഞ്ഞാൽ പിന്നെ മാങ്ങ അധികം നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഹാർവെസ്റ്റ് ചെയ്യണം. ഇത് ഇത്രയും ഇല്ല, ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യണം. വേറൊരു കാര്യം പറയാം, നമ്മുടെ ഈ വീഡിയോ വരുന്ന സമയത്ത് എല്ലാ തവണയും ഒരു തള്ളിക്കയറ്റം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ പ്രത്യേകം എടുത്ത് പറയാം, എല്ലാ തവണയും 3 ദിവസമായിരുന്നു, ഇത്തവണ 10 ദിവസമാണ്. അപ്പോൾ 3 ദിവസം ആയപ്പോൾ തന്നെ ചേച്ചി നല്ല രീതിയിൽ ഓടുന്നുണ്ട് അല്ലേ. ഇപ്പൊ 10 ദിവസം ആയപ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് കോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് നമ്മൾ ചെയ്യും, തീർച്ചയായിട്ടും വിളിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. വാട്സപ്പ് ആണെങ്കിൽ നമ്മൾ ആ ആള് മറന്നു പോകത്തില്ല എന്താണ് വേണ്ടുന്നത്. അതെ, ഇപ്പൊ ഹിമപസന്ത് വേണോ, അല്ലെങ്കിൽ ഇത് സ്പെഷ്യൽ വേണോ, അല്ലെങ്കിൽ ഇത് കുറച്ച് വേണോ, അത് കൂടുതൽ വേണോ. ഞാൻ എപ്പോഴും പറയും, എന്നോട് സംസാരിച്ചിട്ട് പിന്നെ എനിക്ക് മറന്നു പോകും. ഞാൻ ഈ കുട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ വേണ്ടുന്നത്. അപ്പൊ ഞാൻ പറയും, ഒരു കാര്യം ചെയ്യാം, നമ്മള് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ, അപ്പൊ ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ അതിന് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്റ്റാഫും എല്ലാം ഈ ചേച്ചിയുടെ ഇതിന്റെ കൂടെ ഉള്ള ഇതിലായിരിക്കും, ഓട്ടത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഏത് ഐറ്റം വേണ്ടത് അല്ലെങ്കിൽ ഏത് വെറൈറ്റി തൈയാണ് വേണ്ടത് എന്നുള്ളത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ പറയാം, കാരണം കുറച്ച് പേര് കമന്റ് ചെയ്യും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് ഈ മാമ്പഴം ആയാലും തൈകളായാലും എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് നിങ്ങളെല്ലാം ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ മെസ്സേജ് ഇടുക. മെയ് എൻഡ് വരെ മാങ്ങ കാണും, ഉറപ്പായിട്ടല്ലേ. ഉറപ്പായിട്ടും കാണും. കാരണം ഇപ്പൊ കാണിച്ചു തരാം, ചെറിയ മാങ്ങയുണ്ട്, അതെല്ലാം നമുക്ക് മെയില്. ഇതിപ്പോ മാമ്പഴം എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്ന തൈകളുടെ അടുത്തോട്ട്, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയല്ലേ. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി. ആ രീതിയിലായിരുന്നു. ഫെസ്റ്റിന് കൊണ്ടുവരുന്നതിന് മുമ്പേ തൈകൾ തീർക്കാൻ നോക്കി അല്ലേ. അത്രയും എൻക്വയറി എല്ലാ ബഹളമായിരുന്നു. ഇത്തവണയും തൈകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, ഒത്തിരി എൻക്വയറി വന്നല്ലേ. വന്നു. പക്ഷെ ഇപ്രാവശ്യം എല്ലാരെയും ഇപ്പൊ ഒരുപാട് പേർക്ക് എത്തിച്ചു നമ്മള്. ഇപ്പൊ ഇനി ഇഷ്ടം പോലെ ഉണ്ട്, മാങ്ങ പിടിച്ചിരിക്കുക. ഇത് നമ്മള് അൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചപ്പോഴേ അതിനകത്ത് സോണിയയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അതിനകത്തുനിന്ന് മാങ്ങ നമ്മളത് വെട്ടിക്കളയും, നിർത്തൂല. അപ്പൊ അതാണിത് കട്ട് ചെയ്തത് അത് സോണിയായത്. നല്ല വെറൈറ്റി അല്ലേ. ഇപ്പോഴേ പിടിച്ചു തുടങ്ങുന്നത്, ഇത് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ തൈകളുണ്ടാവില്ലേ നമുക്ക്? ഇതിന്റെ തൈകളുണ്ടാവും, പക്ഷേ എപ്പോഴും ഉണ്ടാവുന്നേ ഉള്ളൂ. മാങ്ങയെ വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എപ്പോഴും ഉണ്ടാവും, കറിക്കൊക്കെ എപ്പോഴും മാങ്ങ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പോലെ. പക്ഷെ അതിൽ കളറൊക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ലതാണ്, ചെറിയ മാങ്ങയാണ്. പക്ഷെ ഇതുപോലൊന്നും പറ്റില്ല. എത്ര ഏരിയ ഉള്ളത് ഇവിടെ നമുക്ക്? ഇവിടെ നമുക്ക് ഫുള്ളി ഉള്ളത് 18 ഏക്കർ. അതിൽ മാവ് ഇപ്പൊ സ്പ്രെഡ് ചെയ്ത് മാവ് ഒരു ഏകദേശം 1000 മൂടോളം മാവ് നമുക്കുണ്ട്. 1000 മൂടല്ലേ? കാരണം അത് സ്പ്രെഡ് ചെയ്താ കിടക്കുന്നത്. പറ്റും. ഇനിയിപ്പോ ഇത് തന്നെ ഇത്രയില്ലേ. പിന്നെ നമ്മൾ 3 വർഷം മുമ്പ് വെച്ച് അത് തോട്ടം കാണിച്ചു തരാം. അതായത് മാങ്കോ ഫെസ്റ്റ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ഒരു തോട്ടം നമ്മൾ വെച്ചു. അത് അവിടെ മാങ്ങ പറിക്കുന്നുണ്ട് നമ്മള് കൂട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മള് അവിടെ ആ നഴ്സറിയുടെ ഇപ്പുറത്തെല്ലാം തെങ്ങിന് ഇടവിളയായിട്ട് മാവ് വെച്ചു. അതിനകത്ത് നല്ല മാങ്ങ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മങ്ങനപ്പള്ളിയൊക്കെ അവിടുന്ന്. വിനോദാണ് ഇവിടുത്തെ എക്സ്പെർട്ട്. വിനോദനാണ് ഇവിടെ മാങ്ങ വിളഞ്ഞോന്ന് അറിയാവുന്ന ആള്. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഇവിടുന്ന് മാങ്ങയും പറിച്ചിട്ട് കൊല്ലത്ത് വരും. വിനോദാണ് ഐഡന്റിഫൈ. അതെ.
പുള്ളി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പിലുള്ള വീഡിയോയിലും എല്ലാം ഉണ്ട്. എക്സ്പെർട്ട് ആണ്, ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്തോളൂ അല്ലേ. ഇതിപ്പോ മൽഗോവ അല്ലേ? മൽഗോവ. ഇത് കണ്ടില്ലേ, മാവിൽ നിന്ന് നേരിട്ട് പറിക്കുന്ന, ഇത് കണ്ടോ, യാതൊരു കെമിക്കലും ചേർക്കാത്ത നല്ല ക്വാളിറ്റിയുള്ള മാമ്പഴമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഏകദേശം ഒരു വിളഞ്ഞ് വരുമ്പോഴേക്കും തന്നെ അവർ പറിച്ചെടുത്തിട്ട് നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിപ്പോൾ നിലവിൽ ഓൾ കേരളം ഉണ്ടല്ലോ ചേച്ചി, കേരളത്തിലേക്ക് എവിടേക്കെല്ലാം അയക്കാൻ പറ്റും നമുക്ക്? ഇത് വന്നു കഴിയുമ്പോഴത്തേന് വിളഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു അല്ലേ കണക്കല്ലേ? കണക്ക് ഇതാ ഇവിടെ ഉണ്ട്. ഇതാ ഇത് ഇവിടെ മരുന്ന് തളിക്കാത്തതുകൊണ്ട് തന്നെ ഉറുമ്പ് ശല്യം ഭയങ്കരമായിട്ടുണ്ട്. എന്തെങ്കിലും മരുന്ന് തളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും അല്ലേ? അതെ. അതുകൊണ്ട് മാങ്ങ പറിക്കാവുന്നവർക്ക് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരെ കടിക്കും. അത്യാവശ്യം നല്ല കടിയൊക്കെ കിട്ടും അല്ലേ? കിട്ടും. ഇത് കോട്ടർകോണം അല്ലേ? കോട്ടർകോണം, അതെ, ഇത് കോട്ടർകോണം. നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ കോട്ടർകോണം കാ പിടിച്ചതാണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇവിടെ വെച്ചത്. കണ്ടോ, അതിന്റെ കൂടെ ആ പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചത്. അതിനകത്ത് മാങ്ങയുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് മാങ്ങ നിൽക്കട്ടെന്ന് വിചാരിച്ചു. വേണ്ട, ഇതുപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള തൈകൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് അല്ലേ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതെല്ലാം കാണിച്ചു തരാം. നമ്മളിപ്പോൾ തോട്ടത്തിൽ വന്നതേ ഉള്ളൂ, അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇപ്പോൾ അൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചൊരു ഗുദാദത്ത് വെറൈറ്റി മാങ്ങയാണ്. പിന്നെ ഇതല്ല, ഈ തൈകൾ തന്നെയാണ് നമ്മൾ നഴ്സറിയിലും കൊടുക്കുന്നത്. അതിനെടുത്ത് പറയേണ്ട കാര്യമല്ലേ, നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈ ഇവിടെ വെച്ചേക്കുന്ന അതേ തൈ അല്ലേ? ഇത് ഈ തൈ തന്നെയാണ് കേസർ, എല്ലാത്തിൻ്റെ ഈ തൈ തന്നെയാണ്. ചക്കരക്കുട്ടി ഇതിൻ്റെ കൂടെ ഉള്ളത് നഴ്സറിയിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെയും കായ്ച്ചില്ലേ ചക്കരക്കുട്ടി, ഇവിടെ കായ്ച്ചിരിക്കുന്നല്ലോ. ഈ സെയിം തൈ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ ഈ കായ്ക്കില്ല എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എന്തെങ്കിലും വെക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാം കായ്ക്കും. എല്ലാം കായ്ക്കും. ഇതെല്ലാം ഈ തൈകൾ തന്നെയാണ് കൊടുക്കുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി വെച്ചത്. നമ്മൾ ഈ വെക്കുന്നതിനകത്ത് കുറേ എണ്ണത്തിൽ പൂ വന്നിട്ടുണ്ട്, കായായിട്ടുണ്ട്. ഇപ്പം ഈ കാ നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഇതൊരു സോണിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി, അത് ഓൾ സീസൺ പോലെയാണ്, എപ്പോഴും മാങ്ങയുണ്ടാവും. അപ്പം എന്നിട്ട് നമ്മൾ ഈ ചിലരിങ്ങനെ ചോദിക്കും, പിന്നെ നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കാം അതിൻ്റെ. അപ്പം അതുകൊണ്ട് നമ്മൾ അതും ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, മാങ്ങയുണ്ട് കണ്ടോ. അപ്പോൾ ഒരു കൊലയും നമ്മൾ വെട്ടി, ഇനിയുണ്ട് അവിടെയൊക്കെ. കാലാപ്പാടി പിന്നെ അല്ലേ തന്നെ ഇതുണ്ട്. ഇതാ കണ്ടോ, അതാ ഇനത്തിൻ്റെതാ കൂടുതലും. കണ്ടോ ഇപ്പോഴല്ലേ ഇത്ര ചെറുതില്ലേ? ഇതെല്ലാം ഇപ്പം അങ്ങ് പ്രൂൺ ചെയ്ത് നമ്മൾ കളയും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രൂണിങ് ഇപ്പോഴും ഉണ്ടാവും ഈ മാവിൻ്റെ. ഇത് മുമ്പ് ഇല്ലായിരുന്നു, നമ്മൾ ഈ ഓഗസ്റ്റ് 15-ാം തീയതി വെച്ചതായത്. അപ്പോൾ ആ 6 months വളർച്ച ഉണ്ടോ ഇതിന്. അപ്പോൾ ഇത് അതുകൊണ്ട് നമ്മൾ എല്ലാം മൾജിങ് ഒക്കെ ചെയ്ത് ഡ്രിപ്പൊക്കെ ഇട്ട്, പിന്നെ എല്ലാവരുടെയും ആവശ്യം അനുസരിച്ചിട്ടുള്ള കേസർ അങ്ങനെയുള്ള കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള വെറൈറ്റികളെല്ലാം കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 600 ശിഷ്ടം തൈയുണ്ട്. ഏകദേശം 900 തൈയോളം നമ്മൾ അൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചിട്ടുണ്ട്. 100 കൂടുതൽ 900-ഓളം ഉണ്ട്, നമ്മൾ വേറൊരു ഏരിയയിലും ഉണ്ട്. അപ്പം ഇതെല്ലാം ആവശ്യം മീൻസ് നമുക്ക് തികയാതെ വരുന്ന മാങ്ങയാണ് നമ്മൾ ഇതെല്ലാം വെച്ചിരിക്കുന്നത്, ഹാൻഡ് പിക്ഡ് ചെയ്യാനായിട്ട്. ഇപ്പം ഇത് ഇപ്പോഴേ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഈ താഴെ വീഴുന്ന മാങ്ങകളെല്ലാം പറക്കി നമ്മളൊരു ഈ ഏരിയയിൽ ഒരു മാങ്ങ പാമായി ഉള്ളെങ്കിൽ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ബക്കറ്റോ എന്തെങ്കിലും വെച്ചിരിക്കുക, ഒരു പാത്രം, എന്നിട്ട് അതിനകത്ത് ഇടുക, ഈ വെള്ളത്തിലിട്ടേക്കുക. ഒരു 3 ദിവസം അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതെടുത്ത് കളഞ്ഞാൽ മതി. അന്നേരം ഈ പുഴുയുടെ മുട്ടയെല്ലാം ചത്തുപോകും. ഇല്ലെങ്കിൽ ഈ മാങ്ങ വീണിട്ട് മണ്ണിന് പോയിട്ട് അടുത്ത വർഷം തിരിച്ച് ഈ ഇതെല്ലാം വിരിഞ്ഞ് വരും. അപ്പോൾ അതിനേലും നല്ലത് നമ്മൾ പറക്കി ചിലർ ചുട്ട് കളയും. ചുടുന്നതിനേക്കാൾ നല്ലത് ഒരു 3 ദിവസം വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി, എന്നിട്ട് പിന്നെ അത് എടുത്ത് കളഞ്ഞാൽ മതി. ഇവിടെ ചെയ്യുന്നത് ഇത് നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ ഈച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മാമ്പഴക്കണി കണ്ടോ, ഇത് വെജിറ്റബിളിൻ്റെയും കിട്ടും ഫ്രൂട്ടിൻ്റെയും കിട്ടും. ഇത് മാമ്പഴത്തിൻ്റെ സ്പെഷ്യലാണ്. ഇതിപ്പോൾ നമ്മൾ ഡിസംബറിൽ കെട്ടിയതാണ്. ഇത് 25 മാവിനൊക്കെ ഒരെണ്ണം മതി. അപ്പോൾ ഒരു വീട്ടിൽ ഒരെണ്ണം കെട്ടിയാൽ മതി ഫ്രൂട്ടിൻ്റെത്. അപ്പോൾ അത് നമ്മൾ ഈ കായ്ച്ചയെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക്. ഇത് മാവിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കിട്ടിയാൽ മതി, മാവിനകത്ത് കെട്ടണമെന്നില്ല. ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പം മാവൻ തോട്ടം ആയതുകൊണ്ട് നമ്മളിവിടെ ഇത്രയും ഈ ഏരിയയിലേക്ക് ഒരു 5 എണ്ണം അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹിമാപസന്ത മാവ്.
മാവെന്ന് പറഞ്ഞാൽ ഇത് മുറ്റത്ത് നിൽക്കുന്നൊരു മാവാണ്. നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളിലെ മാവ് വേറെയാണ്. അപ്പോൾ ഈ മാങ്ങയാണ് എല്ലാവർക്കും ഇഷ്ടം. കണ്ടോ, ഇത് കറക്റ്റ് പാകമായി വരുന്ന ഒരു മാങ്ങ. അതാ കണ്ടോ, ഇത് മൂത്തിട്ടുണ്ട്. നല്ല 1 കിലോയിൽ കൂടുതൽ കാണുന്ന മാങ്ങയുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 900 ഗ്രാമുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ബുക്ക് ചെയ്തേക്കാം മാവായിട്ട് സ്ഥിരമായിട്ട് ഒരു 3-4 വർഷമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് 10 കിലോ 20 കിലോ വീതം നമ്മളിങ്ങനെ അയക്കും. അപ്പോൾ അന്നേരം അവർ സ്ഥിരമായിട്ട് ബുക്ക് ചെയ്തേക്കുന്ന മാവുകളുണ്ട്. ആ മാവിലേക്ക് തരണേന്നും പറഞ്ഞിട്ട് സ്നേഹത്തോടാണ് നമ്മൾ അതേപോലെ ആ ഒരു ജെന്യുവിനിറ്റി അതങ്ങനെ തന്നെ അയക്കും. കാരണം നമ്മളിപ്പോൾ ഇതേപോലെ കവറൊക്കെ ഇട്ട് നിർത്തി അങ്ങനെ തന്നെ ഇത് എടുക്കുന്നത്. ഇത്രയും താഴെ ആയതുകൊണ്ടേ അത്ര ഇതായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് പറിക്കാം. ഇത് കറക്റ്റ് പാകമാണ്. ഇത് ഇതാണ്ട് അവിടെ ഒരെണ്ണം ഉണ്ട്, അതും നല്ലതാണ് പാകത്തിന്. ഇത് കണ്ടോ, ഇത് ഇച്ചിരി ആവണം. ഇതായിട്ടുണ്ട്. കണ്ടോ ഇത് കണ്ടോ, 2 മാങ്ങ നല്ല പാകമാണ്. ഇത് നല്ല വലിപ്പം വയ്ക്കും, നല്ല മധുരമാണ്, നല്ല മാങ്ങ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങ ഹിമ പസന്ത് തന്നെയാണ്. ഇതിപ്പോൾ ചെടിയെന്ന് പറയണോ മരമെന്ന് പറയണോ ചേച്ചി? ഇത് ഇവിടുത്തെ മദർ പ്ലാന്റ് ആണ്. ഇത് R2E2 ആണ്, ജംബോ റെഡ്. R2E2 എന്ന് പറയും, ജംബോ റെഡ് എന്ന് പറയും. ഇത് നല്ലതായിട്ട് അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയാലും ഈ തൈ കായ്ക്കും. കാരണം ഇത് എല്ലായിടവും നല്ലയിടം മാങ്ങ പിടിക്കും. അതുപോലെ ഇതിന് നല്ല മധുരം ഉള്ളതാണ്. മാങ്ങ കാണാൻ ഭയങ്കര ഭംഗിയാണ്, നല്ല വലിപ്പമുണ്ട്. ഇതാണ്ടോ, ഇത് ഒടിഞ്ഞതൊന്നും അല്ല. ഇത് ഇവിടെ ഒരു കമ്പുണ്ടായിരുന്നു, അതിന്ന് വന്നതാണ്. പിന്നെ അന്നേരം നമ്മൾ അതങ്ങ് നിർത്തി. ഇതിപ്പോ ഫെസ്റ്റിനൊക്കെ നമുക്ക് അവിടെ വെക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിന്റെ തൈ ഉണ്ടോ എന്ന് ചോദിക്കും. അതെ, തീർച്ചയായിട്ടും ഇതിന്റെ തൈ ഉണ്ട്. ഇതിന്റെ വലിയ തൈ ഉണ്ട്, ചെറിയ തൈ ഉണ്ട്. മാങ്ങയോട് നിൽക്കുന്ന തൈകളുണ്ടാവോ? മാങ്ങയോട് നിൽക്കുന്ന തൈകളുണ്ടോ എന്ന് നോക്കണം അല്ലേ. ഇതിപ്പോ ഇവിടുത്തെ മദർ പ്ലാന്റ് ആണ്. അപ്പൊ ഫെസ്റ്റിന് എന്തായാലും മാങ്ങ വരും അവിടെ. നമ്മുടെ ഈ മാങ്ങ തന്നെ അവിടെ വരും. തൈകൾ വാങ്ങാം. ഇത് ലാസ്റ്റ് ഡേ ആയിരിക്കും ഇങ്ങനെയുള്ള മാങ്ങകൾ നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് ഡേയിൽ വന്നാൽ നമുക്ക് ഈ മാങ്ങ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ മാങ്ങകളും ടേസ്റ്റ് ചെയ്യാം. അത് നമ്മൾ എന്താ അങ്ങനെ ചോദിച്ചാൽ, നമ്മൾ ഈ ചിലപ്പോൾ 1ാമത്തെ ദിവസം വരുന്നവർ കാണും, സമയമില്ലാതെ 10ാമത്തെ ദിവസം വരുന്നവർ കാണും. അപ്പോൾ അന്നേരം ഈ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന എല്ലാ മാങ്ങകളും മുറിക്കും, ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ടേസ്റ്റിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അന്ന്. അല്ല, മീൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്തവണ 10 ദിവസം ഉണ്ട്, നിങ്ങൾക്ക് സമാധാനമായിട്ട് വന്ന് അല്ലേ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് മാങ്ങ കഴിക്കാനുള്ള അവസരമുണ്ട്, നല്ല തൈകൾ വാങ്ങാനുള്ള അവസരമുണ്ട് അല്ലേ. കൂടുതലും കവറിൽ നിർത്തി കായ്പിച്ച അല്ലേ നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇതിപ്പോ മല്ലിക. ദേ കണ്ടോ, മാങ്ങയോടെ നിൽക്കുന്ന ഹൈറ്റ് നോക്കിയേ, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. ഇത്രയും ഹൈറ്റുള്ള തൈകളാണ് മാംഗോ ഫെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാൻ സാധിക്കും. ചെറുത് വേണ്ടുന്നവർക്ക് ചെറുതുണ്ട്, ചെറിയ തൈകളും ഉണ്ട് അല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചെറുത് വലുതായിട്ട് വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എപ്പോഴും നമ്മളൊരു മീഡിയം തൈയെങ്കിലും വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് റിസൾട്ടിന്. നമ്മളിപ്പോൾ അവിടെ തോട്ടത്തിൽ കണ്ടില്ലേ, 6 മാസമായത് കാ പിടിച്ചു തുടങ്ങിയ തൈകളാണ്. അതുപോലുള്ളൊരു മീഡിയം തൈ മേടിച്ചു വെക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ കവറിൽ ഇതുപോലെ വളർത്തുന്നവർക്ക് ഒരു മീഡിയം തൈ ഇതുപോലത്തെ നല്ലത് തന്നെ. ഇത് ഈ ഒരു സൈസാണ് നല്ലത്. കൂടുതലായിട്ടും എന്താ നമ്മുടെ നഴ്സറിയിൽ വരുന്ന കൂടുതലായിട്ട് ഈ ഒരു സൈസിലുള്ള തൈകളാണ് പോകുന്നത് അല്ലേ. എല്ലാ തവണയും ഞങ്ങൾ ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ വരെ കൊണ്ടുവരും. പക്ഷേ ഈ ഒരു ടൈപ്പ് തൈകളാണ് അല്ല ഏറ്റവും കൂടുതൽ കസ്റ്റമർ എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ മാംഗോ ഫെസ്റ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വന്നത് അല്ലേ, വന്നിട്ട് ഒരുപാട് പേർക്ക് നിരാശരായിട്ട് പോകേണ്ടി വന്നു. തൈ കുറവായിരുന്നു, നമുക്ക് പറ്റിയില്ല. ആ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. അതെ അല്ലേ. ഈ വർഷം നമ്മൾ ഒരുപാട് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കായും പിടിച്ചതാണ്. ഈ വെറൈറ്റിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് ചക്കരക്കുട്ടിയാണ്. ഇത് ചെറിയ മാവായിരിക്കും, അതായത് ഒത്തിരി ഒന്നും പടർന്ന് ഇങ്ങനെ നിൽക്കും, കൊച്ചു മാങ്ങകളായിരിക്കും. അതായത് ഇച്ചിരൂടെ കഴിയുമ്പോൾ ഇത് വിളയും. ഈ ഫെസ്റ്റിനൊക്കെ ഇത് വിളയും. അതായത് ഏകദേശം മൂത്തത് ഇത്രേ കാണത്തുള്ളൂ. ഇപ്പോ കണ്ടില്ലേ, നിറയെ മാങ്ങകളായിട്ട് നിൽക്കുന്ന തൈകളാണ്. ഓൾമോസ്റ്റ് ഒരു 75% മാങ്ങയോട് കൂടി തന്നെയാണ് ഈ പ്രാവശ്യം. പൂവും മാങ്ങയും ഉണ്ടായിരുന്ന തൈകളാണ്, അവിടെയും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് ബുക്ക് ചെയ്തവർക്കൊക്കെ ഇപ്പൊ വിളിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിന്റെ പുറകെ വരുന്നത്? ഇത് അങ്ങനെയാണ്. ഇത് ചെറിയ മാവായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ നിന്നാൽ നല്ല മധുരവുമാണ്. ചെറിയ മാങ്ങ നല്ല ടേസ്റ്റ് ആണ്. ചെറിയ മാങ്ങയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കവറിൽ നിന്നേ നല്ല രീതിയിൽ കായ്ക്കും അല്ലേ. എവിടെ വെച്ചാലും കായ്ക്കും. ഇനി
ഇതിപ്പോ നിറയെ ചക്കരക്കുട്ടികളാണ്, എല്ലാം സെയിലിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ ഇനി ഒരു കാര്യം എടുത്തു പറയാം. ഒന്ന് നമ്മളിപ്പോ ഇത്രയും കാണിച്ചല്ലോ, ഒന്ന് ഇതിന്റെ കളക്ഷൻ കൊണ്ട് കാണിച്ചു കൊടുത്തേ. വന്നേ, ഇത് ഇവിടെ ഉണ്ട്. നോക്കിക്കേ, ഇതെല്ലാം കഴിഞ്ഞ വർഷം എന്താ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇത്തവണ കൊണ്ടുവന്നതാണ്, വെച്ചിരിക്കുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് ഇതിൽ എല്ലാത്തിനകത്തും കായുണ്ട്. ഇതെല്ലാം കായുള്ളതാണ്. ആദ്യം ഫെസ്റ്റിന് വരുന്നവർക്ക് ഈ കായോട് കൂടി തൈ തന്നെ കിട്ടും. കിട്ടും തീർച്ചയായിട്ടും കിട്ടും. ഇതേ കണ്ടില്ല, ഇതെല്ലാം ചക്കരക്കുട്ടിയുണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള തൈകൾ. ഇനി ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. ഇത്രയുള്ള തൈകൾ അതാ നോക്ക്. ഇത് കവറും വലുതാണ്ടോ, കണ്ടോ? ഈ ഒരു ഹൈറ്റുള്ള ഇതിൽ തന്നെ 2 മാങ്ങ നിൽപ്പുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ആവശ്യക്കാരുള്ള നല്ലൊരു വെറൈറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1-2 തൈകളൊന്ന് കാണിച്ചതേ ഉള്ളൂ അല്ലേ? അപ്പോഴേക്കും പിന്നെ ചേച്ചി പറയുന്നതിൽ 1 വർഷം വരെയൊക്കെ കാത്തിരുന്ന കസ്റ്റമറും ഉണ്ട്. ഉണ്ട്. 1 വർഷത്തിൽ കൂടുതൽ കാത്തിരുന്ന ഞങ്ങൾ വിളിച്ച് ഇപ്പൊ കൊടുത്തു. ഒരുപാട് പേര് കൊണ്ടുപോയി. ഓക്കെ, ഇപ്പൊ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് അല്ലേ? നമുക്ക് ധൈര്യമായിട്ട് വീഡിയോയിൽ ധൈര്യമായിട്ട് പറയുകയും ചെയ്യാം. അതെ. ഇത് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫെസ്റ്റിന് ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുത്തായിരുന്നു. അതൊരു ഡോക്ടർക്കായിരുന്നു. നമ്മൾ ഈ നാസി പസന്തിന്റെ നിറച്ച് മാങ്ങകളൊരു മാവായിരുന്നു. അത് കാണാൻ ഒരു ഭംഗിയായിരുന്നല്ലേ? ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പം അതൊരു ഡോക്ടർക്കായിരുന്നു കിട്ടിയത്. അപ്പൊ ആ ഡോക്ടർക്ക് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. പിന്നെ ഡോക്ടർക്ക് അത് കൊടുത്തു, വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇത് നാസി പസന്ത് നിറയെ മാങ്ങ പിടിക്കും. നല്ല മാങ്ങയാണ്. നല്ല വെറൈറ്റി അല്ലേ? മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഒരു ഞെടുപ്പ് നോക്കുമ്പോൾ അറിയാം. കണ്ടോ, ഇതിപ്പോ നിൽക്കുന്ന ആ ഒരു ചെറിയ ഡ്രമ്മിലാണ് അല്ലേ? എവിടെ വെച്ചാലും കായ്ക്കും. കവറിൽ വെക്കാം, ഡ്രമ്മിൽ വെക്കാം, നിറച്ച് പിടിക്കും. മുകളിലോട്ടൊക്കെ നല്ല പൂവുണ്ടല്ലേ? ഇതും മീൻസ് ഗുദാദത്തായത്. ഇത് ഇനി ഒരുപാട് വലുതാവും. പകുതി വളർച്ച പോലും ഇതിന്റെ ആയിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ കൈ നിറയെ ഉണ്ടല്ലേ? ഏകദേശം 1 കിലോ ഉണ്ട്. പക്ഷെ ഇത് വലുതാവും, നല്ലതായിട്ട് ഇത് വലുതാവും. ഇത് കവറില്ല. അത് ഇവിടെ വേറെയും കൊണ്ടുവരണം. ഇവിടെ ഉണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റിയും സെയിലിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഇഷ്ടംപോലെ തൈ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ വിചാരിക്കും എന്താ ഇത് വേണം എന്നുള്ളൊരു ഇത് വരും. നമ്മളൊരു മീഡിയം ഒരു തൈ മേടിച്ച് വെച്ചാൽ അടുത്ത വർഷം അല്ല അതിൻ്റെ അടുത്ത വർഷം നമുക്ക് ഉറപ്പായിട്ടും കാ പിടിക്കും. അത് ഉറപ്പാണ്. നമ്മൾ ഈ കവറിലല്ലേ ഇവിടെ എല്ലാം കായ്ച്ചു. അതെ. ഇത് നമ്മൾ അച്ചാറിടത്തില്ലേ? അച്ചാറിട ഇനി എന്താ പറയുന്നത്, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ. കണ്ണിമാങ്ങ അച്ചാറിന് ഉപയോഗിക്കും. ഇത് കണ്ണിമാങ്ങ അച്ചാറിന് ഉപയോഗിക്കും. പണ്ട് നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ആ മാങ്ങ തന്നെ കൊലകൊലയായിട്ട് നിൽക്കുന്നത്. അതാണ് ഇത് കരട്ടി. ഇത് ഇതുപോലെ ഇപ്പൊ ഇതൊക്കെ വെച്ച് ഒരു ചെറിയ കവറിലല്ലേ കായ്ച്ചേക്കുന്നത്. ഇത് കൊലകൊലയായിട്ട് പിടിച്ചോളും. ഇത് നല്ലതാ മാമ്പഴ പുളിശ്ശേരിക്കും പിന്നെ അല്ലാതെ നമ്മൾ പഴുത്ത് കഴിക്കാനും എല്ലാം നല്ല ഫ്ലേവറായതിന്. നല്ല മാങ്ങ. ഞാനിപ്പോ ഇവിടെ വന്ന് കണ്ടിട്ട് നമ്മളിപ്പോ ഇതുവരെ കണ്ടതിൽ എല്ലാ വെറൈറ്റിയിലും അല്ലേ, എല്ലാ വെറൈറ്റിയിലും മാങ്ങയുണ്ട്. അപ്പൊ എടുത്തു പറയാണ് ഡേറ്റ് ഒന്നും പറഞ്ഞു ചേച്ചി. 23 ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെ 10 ദിവസത്തെ ഫെസ്റ്റ്. 10 ദിവസമാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്ത് നമ്മുടെ ദിളബാപുരം ഫാം സ്റ്റോറി അവിടെ വെച്ചിട്ടാണ്. ഞാൻ ലൊക്കേഷൻ കൂടെ നീണ്ടകരയാ, അതായത് കൊല്ലം നീണ്ടകര ദിളബാപുരം. ഓക്കെ, ലൊക്കേഷൻ കൂടെ ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എത്തും. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിൽ 10 ദിവസത്തെ ഫെസ്റ്റിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഴ്സറിയിലും ഇവിടെ നിന്ന് കൊടുക്കുന്ന പ്രൈസിലോ ഇത്ര ക്വാളിറ്റിയുള്ള തൈകളോ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഞങ്ങൾ ഒരുപാട് നഴ്സറി വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് ഇവിടെ ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ വെക്കുന്ന തൈകൾ, അതായത് നമ്മളിപ്പോൾ ഇവിടെ പിടിച്ചിരിക്കുന്നുണ്ടോ ആ മാങ്ങകൾ കണ്ടോ, മാവുകൾ കണ്ടോ, ഇത് സിന്ദൂര, അത് തോത്താപ്പൂരി കണ്ടോ മാവ്, മദർ പ്ലാന്റുകൾ. അപ്പൊ ഈ മാവ് ഇവിടെ നമ്മൾ തോട്ടത്തിൽ വെക്കുന്ന അതേ തൈകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 6 മാസമായ ആ മാവ് അത്രയും വളർന്നു ഇത് തൈ എല്ലാം കായ്ച്ചു. സാധാരണ പ്രൊഡക്ഷനെ കൊണ്ടെന്ന് പറഞ്ഞാലേ ഇപ്പൊ കൂടുതൽ നഴ്സറിക്കാരൊക്കെ മറ്റിടത്തുനിന്ന് എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന്റെ ക്വാളിറ്റി വലിയൊന്നുമില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് എല്ലാം പ്രൊഡക്ഷൻ, ഇവിടെ ചെയ്യുന്ന തൈകളാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ തൈകൾക്ക് ഇത്രയും ഡിമാൻഡ് അല്ലേ, ഒത്തിരി പേര് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് കിട്ടാതെ വന്നു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ 3 ദിവസം എന്നുള്ളത് 10 ദിവസം ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. നിൽക്കുന്നത് പാലക്കാടാണല്ലേ? പാലക്കാട് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് ഇത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ എരുത്തേമ്പതി. അവിടെയാണ് നമ്മുടെ ഈ നഴ്സറി, മദർ നഴ്സറി ഇവിടെയാണ്. ഓക്കെ, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ തൈകളെ, കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ എടുക്കാൻ പറ്റിയ വലിയ തൈകളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊന്നും നമുക്ക് അവിടെ ഫെസ്റ്റിവലിൽ എത്തിക്കാൻ പറ്റില്ല, അത്രയും വലിപ്പമുണ്ട്. കണ്ടോ അൽഫോൺസ, ഇത് കൊടുക്കാനുള്ള തൈകളാ. ഇതിന് കണ്ടോ, ഇതിനകത്തെല്ലാം കായുണ്ട് കണ്ടോ.
ഇത് ധൃതി വെക്കാതെ ഒരു മെയ് ഒരു മഴയൊക്കെ ആകുമ്പോൾ വന്നാലും ഇതിനൊരു വേര് അടിയിൽ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇളക്കി എടുത്താൽ മതി അന്നേരം. ഇപ്പൊ ഈ മാസം ഏപ്രിലൊക്കെ ഓടി വന്നിട്ട് ഇത് കൊണ്ടുപോകണ്ട, എപ്പോൾ വേണേലും ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് നിറച്ച്, അവിടെ എല്ലാം ഈ തൈകൾ. ഇത് ഈ സെക്ഷൻ മൊത്തം അൽഫോൺസ. ഇനി അടുത്തത് കാണിച്ചു തരാം. കണ്ടോ, അതാ ഇത്രയും വലിയ തൈകളാണ്. അത് കാണിച്ചോ, നോക്കുതാ, കണ്ടോ തൈകളുടെ ഹൈറ്റ് കണ്ടോ, കണ്ടോതാ. ഇതൊക്കെ ഈ ഒരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വിലകളിൽ സ്വന്തമാക്കാൻ സാധിക്കും. ഹൈറ്റ് കണ്ടോ, എത്ര ഹൈറ്റ് എന്ന്, അതിൻ്റെ സൈസ് നോക്കിയേ. ഇതിൻ്റെ കടവണ്ണം മാത്രം നോക്കി, കടവണ്ണം കണ്ടോ, എൻ്റെ കയ്യിൽ എത്രയുണ്ട് കണ്ടോ. അതുകൊണ്ട് നല്ല വലിയ തൈകൾ ഈ ഒരു ഫാമിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വന്നേ അകത്ത് ഇത് സിന്ദൂരം അല്ലേ? സിന്ദൂരത്തിന്റെ ഇത് ഹൈറ്റ് എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഹൈറ്റ് ഉള്ളതിന് നിറയെ കായ്ച്ചിട്ടുമുണ്ട് കണ്ടോ. ഇതൊരു കവറല്ലേ, 21ന്റെ ഒരു കവറാണത്. ഓക്കെ, ഇതേ സൈസിലുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഇനി അപ്പുറത്തും ഇരിപ്പുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരായാലും വാങ്ങിപ്പോകും കേട്ടോ. ഇതേ കണ്ടേ, നമ്മളിപ്പോൾ വീട്ടിൽ ഒരു മാവാണ് വെക്കുന്നെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ, ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിനിപ്പോ ഈ വർഷം വലിയ പ്രൂണിങ് പോലും കൊടുക്കണ്ട, ഒരു വളപ്രയോഗം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കായ്ക്കും. ഇതാണ് കർപ്പൂര മാങ്ങ എന്ന് പറയുന്നത്. ഇതിപ്പം ഇതിന്റെ ഒറിജിനൽ കളറാണ്. ഈ കളറാണ്, നല്ല കളർ വരും. ഇത് വിളഞ്ഞിട്ടില്ല, മൂത്തിട്ടില്ല, പകുതി പോലും മൂപ്പായിട്ടില്ല. പക്ഷെ ഇതിന്റെ കളർ ഇതാണ്, നല്ല കളറായിരിക്കും ഇതിന്. ഇത് ഞാൻ പഴുത്ത മാങ്ങ അവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. നിറയെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, എല്ലാം നമ്മൾ ഈ ഇപ്പോൾ ഇച്ചിരി പ്രായമായ ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ടെറസിൻ്റെ മുറ്റത്തോ അല്ലെ വീടിൻ്റെ മുറ്റത്തോ ഒരു കവറിൽ വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും പറിക്കാം. അല്ലെങ്കിൽ നമ്മൾ വലുതായി പോയാൽ ഇപ്പോൾ അതിനകത്തൊക്കെ നോക്കൂ, അതിനകത്തുനിന്ന് ഒരാളില്ലാതെ നമുക്ക് അപ്പോൾ അതിനകത്തുനിന്ന് ഒരാളില്ലാതെ നമുക്ക് വലിക്കാൻ പറ്റില്ല മാങ്ങ, കണ്ടോ. അപ്പോൾ മാങ്ങയാണ്. അപ്പോൾ അന്നേരം ഇതിനെ സംബന്ധിക്കുന്ന നമുക്ക് എവിടെ വെച്ചാലും നമുക്ക് ഒരാളെ കൊണ്ട് എടുത്ത് മാറ്റിക്കാം. അതാണ് എനിക്ക് തന്നെ ഇവിടെ ഇത്രയും മാവുണ്ടായിട്ട് എനിക്കിത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് കാലാപ്പാടി കണ്ടോ. ഇത് കാലാപ്പാടി പിന്നെ ഇഷ്ടംപോലെ കവറിൽ എവിടെ വെച്ചാലും പിടിക്കും. ഇത് നല്ല മാങ്ങയാണ്. ഇത് ഏകദേശം മൂക്കാറായിട്ടുണ്ട്. പിന്നെ ചെറിയ മാവാണ്, ചെറിയ ഇലയാണ്, ഇഷ്ടംമാതിരി ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം മാംഗോ ഫെസ്റ്റ് വരുന്നതിന്റെ സാമ്പിളുകളാണ് അല്ലേ? ഇത് നോക്കൂ, ഈ മാവ് നോക്കൂ, കണ്ട നമ്മൾ അവിടെ അപ്പുറത്തും കണ്ടോ മല്ലിക. ഇതുവരെ നമുക്ക് ഇത് കണ്ടോ, ഇതിപ്പോൾ ചെറിയ മാങ്ങയുണ്ട് കണ്ടോ. ഒരു കവറിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മാങ്ങ കിട്ടും നമുക്ക്. ഇത് ഇത്രയും നീലവ, ഈ ഒരു ലൈൻ നീലവ. ഇതങ്ങനെ കവറിൽ കാഴ്ച അധികം കാണാറില്ല. അതെ, ആ നീലം അങ്ങനെ എനിക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാം പരീക്ഷിക്കുന്ന ആളാ. ഐമാ പസന്ത് മുതൽ എല്ലാം കവറിൽ കായ്പ്പിച്ചിട്ടുണ്ട്. ബംഗനപ്പള്ളി എല്ലാം കവറിൽ കായ്ച്ചേക്ക്. അവിടെ ബംഗനപ്പള്ളി കാണിച്ചു തരാം, എല്ലാ വെറൈറ്റി. ഇത് കണ്ടോ, നിറച്ച് പിടിക്കും കണ്ടോ, നിറയെ മാങ്ങയാണ്. അതെ, ഇതാ ഇനിയും ഉണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ. ഇതിന്റെ കടവണ്ണം നോക്കി, ഇവിടെ നോക്കി, എൻ്റെ കയ്യിൽ എത്രയാണ് കണ്ടോ, ഈ ഒരു സൈസാണ്. ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് ഇങ്ങനെ ആക്കി നിർത്തിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതായത് ബുഷായിട്ട് അങ്ങനെ നിർത്താം. ഇനിയിപ്പോൾ ഇത് മാങ്ങ കഴിയുമ്പോഴത്തേന് ഇത് ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യും. ഇത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന എന്നോടൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത് എവിടെ പ്രൂൺ ചെയ്യേണ്ടത്, എങ്ങനെ പ്രൂൺ ചെയ്യണത്. ഇപ്പം നമ്മൾ ഈ മാങ്ങ പിടിച്ച് കഴിയുമ്പോൾ ഇപ്പം ഇനിയിപ്പോൾ ഇതിനകത്ത് മാങ്ങ വരത്തില്ല കണ്ടോ. ഇതൊരു ഇതാണെങ്കിൽ ഇങ്ങനെ ഈ മാങ്ങ പിടിച്ചതിൻ്റെ അതിൻ്റെ അവിടം കട്ട് ചെയ്തേക്കുക. ഇത് കണ്ടോ, ഇത് ആക്ച്വലി നമുക്ക് വേണ്ട. ഇത് നമ്മളും കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ കൊലയിൽ ഇനിയിപ്പോൾ മാങ്ങ പിടിക്കത്തില്ല ഈ വർഷം. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ പ്രൂൺ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാവ് നമ്മൾ പ്രൂൺ ചെയ്തിട്ടൊരു 8 മാസം വേണമെന്നാണ് പറയുന്നത് അടുത്ത മാങ്ങ സീസൺ വരാനായിട്ട്, വളർച്ച എത്തിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു 2 നോഡ് വരും ഇവിടെ കണ്ടതാ. വേണമെങ്കിൽ നമ്മൾക്ക് ഈ നോഡിൻ്റെ തൊട്ട് മേളിൽ കട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചുമ്മാ കട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ കട്ട് ചെയ്യാം. പക്ഷേ പെർഫെക്റ്റ് ഇതാ. അതായത്
ഇതാ കണ്ടോ, അതായത് ഇതിൻ്റെ താഴെ പോകരുത്, കണ്ടോ ഇത് കറക്റ്റ് കണ്ടോ. എന്നിട്ട് ഇവിടുന്ന് എല്ലാം വരും, ഇവിടുന്ന് 4 എണ്ണം ചുറ്റും 4 എണ്ണം ഒക്കെ വരും. 4 എണ്ണം വരുമ്പോൾ നമുക്ക് ഇതാ കണ്ടോ, അത് ഇത് കണ്ടോ, ഇതൊക്കെ അങ്ങനെ വരുന്നതാ 4 എണ്ണം. അതാ ഇത് കണ്ടോ, ഇത് 4 കണ്ടോ വന്നേക്കുന്നത്. ഇത് പ്രൂൺ ചെയ്തെടുത്തുനിന്ന് 4 വന്നത്. നമ്മൾ ഈ മാങ്ങ ഇത് കഴിയുമ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യും. പിന്നെ വേണമെങ്കിൽ നിർത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ 2 എണ്ണം നിർത്തുക. അതായത് ഇപ്പം നമ്മളിതാ ഇത് കണ്ടോ 3 എണ്ണം ഉണ്ട്, നമ്മളതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കണ്ടോ. പിന്നെ വേണമെങ്കിൽ നമ്മളിതാ ഇവിടുന്ന് നമുക്കിത് കണ്ടോ, ഇതിപ്പോൾ പ്രൂണിങ് ഈ വർഷം ഇതിൻ്റെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് വരും, ബ്രാഞ്ചുകൾ വരും. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ അടിയിൽ കയറി വെട്ടരുത്. പ്രൂണിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊരു പെസ്റ്റിസൈഡും എന്തെങ്കിലും ഒരെണ്ണം ഫംഗിസൈഡ് തേച്ച് കൊടുത്താൽ ബെറ്ററാണ്. നമ്മുടെ കാലാവസ്ഥയിലെ ഏറ്റവും ഏറ്റവും പുഴുക്കേടില്ല, ഒന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ പിടിക്കുന്നത്. ഇതിപ്പോൾ മേളിലെല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം ഇത് തിന്നുപോയി, ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു, അതെല്ലാം ഇവർ അണ്ണാമാർ തിന്നു പോയതാ. ഇപ്പോൾ 2ാമത്തെ പൂപ്പിലായത്. നല്ല ബെസ്റ്റ് മാങ്ങയാണ്. അവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട്. അതുകൊണ്ടോ ആ കൊലയിൽ ഇത് കവർ തന്നെയാണ്, ഒട്ടും നാരില്ലാത്ത നല്ല മാങ്ങയാണ്. നിറയെ കൊലയായിട്ട് പിടിക്കും. ഇത് ഗോലാക്ക്. ഇതും നമുക്ക് ചട്ടിയിൽ വെക്കാനും എല്ലാം നല്ല മാങ്ങ. നല്ല മാങ്ങയുവ, വലിയ മാങ്ങ, കാണാൻ നല്ല ഭംഗിയാ. മുറ്റത്തൊക്കെ വെച്ചാൽ ബനാന മാങ്ങ പോലെ തന്നെ വലിയ മാങ്ങ. ഇത് പകുതി മൂപ്പ് പോലും ആയിട്ടില്ല. പിന്നെ പകുതി പോലും ആയിട്ടില്ല. ഇതൊക്കെ ഫെസ്റ്റിന് അവിടെ വരും. ഈ മാങ്ങ ഇത് കൊണ്ടുവരും. തൈകളും വലുതും ചെറുതും എല്ലാ തൈകളും ഉണ്ട് അവിടെ. അതായത് ഇവിടെയുണ്ട് മാങ്ങ. അതുകൊണ്ടോ ഈ അറ്റത്തുണ്ടോ കുറേ ഉണ്ടായിരുന്നു. ഇത് 2-3 എണ്ണം അണ്ണാനൊക്കെ കടിച്ചു പോയി. ഇത് കണ്ടോ. പിന്നെ ഇത് ഗുദാദത്തിൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ റെഡ് ഐവറി ഉണ്ട്. ഇത് നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് നമ്മളാണ് പരിചയപ്പെടുത്തിയത് എല്ലാവരെയും. അപ്പം മൾട്ടിഗ്രാഫ്റ്റ് കായ്ച്ചോ എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമായിരുന്നു, കായ്ക്കുവോ എന്നേ. കണ്ടോ എങ്ങനെയായിരുന്നു. അതെ അത്രയും നോക്ക് കണ്ടോ, ഭയങ്കര വെയിറ്റ് ആയതിന്. അപ്പോൾ ഇതൊരു വെറൈറ്റി. അടുത്തത് അടുത്ത ഒരു ബ്രാഞ്ച് ഇതുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് അതെ. അതുകൊണ്ട് അത് 3 വരെ ഉണ്ട് ഇതിനകത്ത്. കണ്ടേ ഈ ബ്രാഞ്ചിൽ കണ്ടോ, അതാ നോക്ക് കണ്ടോ, അതാ ഈ ബ്രാഞ്ചിൽ അത് ഒരു മാവാ കണ്ടോ. അത് വേറെ വെറൈറ്റി അതാ കണ്ടോ. അത് അതേയൊക്കെ കൊടുത്ത് നിർത്തിയേക്കാം. അതെ ഇത് വേറെ വെറൈറ്റി കണ്ടോ. ഈ മാങ്ങ വേറെ, ഈ മാങ്ങ വേറെ. ഒരുപാട് പേര് ചോദിച്ചു അല്ലേ, അതെ. അത് മേളിലൊരു വെറൈറ്റി, അത് ഒരു മാങ്ങയുള്ളത്. പിന്നെ ഇപ്പുറത്തോട്ടുണ്ടോ ഒരു വെറൈറ്റി, ഞാൻ അത് അവിടെ കാണിച്ചു തരാം. പിന്നെ ഇഷ്ടം പോലെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു. ദിരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ. ഞാൻ അവിടെ ഒരു മാങ്ങയും കൂടെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു തൈയുണ്ട്. ഗിഫ്റ്റ് കിട്ടിയതാണ്, എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. രാജഗിരി ഫാംസിലെ ചാച്ചൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അതെ ആ റിബണൊക്കെ. അതാ ഈ റിബണൊക്കെ കണ്ടോ, ഞാൻ അതുപോലെ കെട്ടി വെച്ചിരിക്കുക സൂക്ഷിച്ച്. ഒരു സ്നേഹം നമുക്ക് തന്നതല്ലേ. ഇത് മൾട്ടിഗ്രാഫ്റ്റാ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇത് കല്ല് കെട്ടി, പിന്നെ നമ്മളിത് കണ്ടില്ലേ അവിടെ, ഇതാ ഓരോ വെറൈറ്റിയാണ്. കണ്ടോ, ഓരോന്നും ഓരോ വെറൈറ്റി. അതാ കണ്ടോ. ഇതാ ഇത് ബ്യൂട്ടി പ്രിൻസ്. ഇങ്ങനെ ഓരോ വെറൈറ്റികളാണ്. കസ്റ്റമർ പറയുന്നതനുസരിച്ചാണോ? കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്തായിരുന്നു കുറേ. പിന്നെ ഈ നാംടോക്കുമായി ഉള്ളതുകൊണ്ട് മിക്കതിനകത്ത് നാംടോക്കുമായി ഉണ്ട്. നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊല്ലത്ത് കുറേ കൊടുത്തു ആൾക്കാർക്ക്. വേണ്ട നമ്മളിപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ ഒരു മാങ്ങയൊക്കെ ഇത് കണ്ടോ, അത് അത്ര ശക്തി കുറവായി. ഇപ്പം ഒരു മാങ്ങയൊക്കെ നിർത്താം, നമുക്ക് കുഴപ്പമില്ല. കണ്ടോ ഇപ്പം എത്ര വെറൈറ്റിയാണ് നോക്ക്. പിന്നെ ഇതിനകത്തും ഇതും മൾട്ടിഗ്രാഫ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് നാംടോക്കുമായിയുടെ ഗോൾഡ്, പിന്നെ റെഡ് ഇതുണ്ട്, യെല്ലോയും ഉണ്ട്, റെഡും ഉണ്ട്. ഇതിപ്പോൾ ഒരു മാവിൽ ഏകദേശം എത്ര മാങ്ങ ഉണ്ടാവും? ഇതിപ്പോൾ കണ്ടില്ലേ 10-100 മാങ്ങ കൂടുതലുണ്ട് ഒരു ഡ്രമ്മിൽ നിൽക്കുന്ന മാവിൽ. ഡ്രമ്മിൽ നിൽക്കുന്ന ഇത് ഒത്തിരി നമുക്ക് കൊല്ലത്ത് ഇതിന്റെ ഈ ഡ്രമ്മിൽ അവിടെ ഇതുപോലെ കവറിൽ നിന്നത് കായ്ച്ചു കഴിഞ്ഞ് രണ്ടാമത് ഇപ്പൊ പൂത്ത് നിപ്പുണ്ട്. അതായത് ഇത്രയും മാങ്ങയായിട്ട് നിപ്പുണ്ട് ഇതുപോലെ എല്ലാ സൈഡിലും. അതായത് ഇത് ഇതുപോലത്തെ ഇതിന്റെ കവറിലുണ്ട്.
കണ്ടോ ആ കവറിൽ നിൽക്കുന്നത് തന്നെ എത്ര മാങ്ങ ഉണ്ടല്ലേ? അതെ, ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. കോട്ടൂർക്കോണം പിന്നെ വിശേഷം ഇഷ്ടം പോലെ മാങ്ങ പിടിക്കും. ഓക്കെ, കണ്ടില്ലേ, നിറയെ പിടിക്കുന്നുണ്ടല്ലേ? നിറയെ പിടിക്കും. കോട്ടൂർക്കോണത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നിറയെ പിടിക്കും. കണ്ടോ, വിശേഷം ഇത് കവറിലാണെങ്കിൽ ആണെന്ന് തോന്നുന്നു ഒത്തിരി നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇത് ഈ ഡ്രമ്മിൽ ഉണ്ട്, കവറിൽ വേറെ ഉണ്ട്. അതും കവറിലാണ്. ഇതിപ്പോൾ ഇത്രയും മാങ്ങയില്ലേ ഒരു ഡ്രമ്മിലുള്ളതിന്? അതെ അതെ, അതാ ചോദിച്ചത്. ടെറസിലൊക്കെ വെച്ചാൽ ഇത്രയും പോരെ? അതെ, ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെറിയൊരു സ്ഥലത്ത് വെച്ചാൽ മതി. ചെറിയൊരു സ്ഥലത്ത് വെച്ചാൽ മതി. ഈ ടൈപ്പ് തൈകളെല്ലാം അവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ടെസ്റ്റിന് വന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ല തൈകൾ കായുള്ള ഇഷ്ടം പോലെ ഉണ്ട്. കോട്ടൂർക്കോണം അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പം ഒരുപാട് ആ കോട്ടൂർക്കോണം മാങ്ങ കായ്ച്ചപ്പോഴേ കുറേ ആൾക്കാർ കണ്ടിട്ട് വന്ന് വാങ്ങി. ആദ്യം വരുന്നവർക്ക് നല്ല നല്ല തൈകളല്ലേ? നല്ല നല്ല തൈകൾ അല്ല, എന്നാലും അവസാനം വരെയുള്ളവർക്കും തൈയുണ്ട് അല്ലേ? പിന്നെ നമ്മള് പിടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. കസ്റ്റമർ വന്നാൽ ദൂരെ നിന്നൊക്കെ വന്നാൽ അവർക്ക് കൊടുക്കണമല്ലോ. മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ റിക്വസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വൈകിയാലും കൊടുക്കാം. അങ്ങനെ ഇത് നിറയെ പിടിക്കും. കണ്ടോ, കാറ്റിമോണല്ലേ? കാറ്റിമോൺ. ഇതാ കണ്ടോ, നിറച്ച് മാങ്ങിയതാ. ഇത് ഒത്തിരി ആവശ്യക്കാരുണ്ടല്ലേ? ഒരുപാട് ആവശ്യക്കാരുണ്ട്. നല്ല മാങ്ങയാണ് കാറ്റിമോൺ. നല്ലൊരു ഫ്ലേവറും ഒക്കെയുള്ള, ഒട്ടും ഇതില്ലാത്ത നല്ലൊരു മാങ്ങയാണ്. ഇതൊരു ഡ്രമ്മിലാണ്. ഇതിൻ്റെയൊക്കെ തൈ ഒരു മീഡിയം തൈയൊക്കെ ഇത് ഇത്രയുള്ളൊരു തൈയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ വർഷം തന്നെ കായ്ക്കും. കായ്ച്ചു നിൽക്കുന്ന വലിയ തൈകളുടെ ആവശ്യക്കാർ ഒത്തിരി പേരുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇത് കണ്ടോ, ഇത് ചെടി എന്ന് പറയാൻ പറ്റില്ല, വലിയ മരങ്ങളാണ്. കണ്ടോ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഇത്രയും ഹൈറ്റുള്ള ഇതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അല്ലേ? അതെ, തീർച്ചയായിട്ടും. എല്ലാം അതെ മാങ്ങയോടെ നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ മറ്റു നഴ്സറിയിലൊക്കെ പോകുകയാണെങ്കിൽ നല്ല എമൗണ്ട് ആവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. അല്ലേ? നമുക്കിപ്പം ഇതെല്ലാം കാണുന്നതെല്ലാം അകത്തോട്ടെല്ലാം ഇതായിരിക്കും കേട്ടോ. ബംഗനാപ്പള്ളി കായ്ച്ചത് എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഇത് റെഡ് ഐവറി. ഇതുപോലെ തന്നെ വലിയ മാങ്ങയാണ്. നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. നല്ല മാങ്ങയാണ്. ഉണ്ടോ, ഇഷ്ടംപോലെ പിടിക്കും. ഇതും കവറിൽ കായ്ച്ചതാണേ. അപ്പം അന്നേരം എല്ലായിടവും പിടിക്കും. ഇവിടെ കായ്ച്ചതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. അതെ അതെ, നല്ല മാങ്ങയാണ്. വലിയ വലിപ്പമാണ്. ഒരു 1.5 കിലോ വരും ഒരു മാങ്ങ. ഇപ്പം നമുക്ക് കൊല്ലത്ത് കവറിൽ കായ്ച്ചവിടെ പഴുത്തവിടെ ഇരിപ്പുണ്ട് ഒരു മാങ്ങ. വീണ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബംഗനാപ്പള്ളിയാണ്ടോ. ഇത് കവറിൽ കായ്ച്ചതാ. ഇഷ്ടംപോലെ ആദ്യമേ പിടിക്കുകയും ചെയ്യും, നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടായിരുന്ന പോയതാ, പറിച്ചതാണ് നമ്മൾ തോട്ടത്തിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്നിട്ട് എല്ലാവർക്കും പഴുത്ത മാങ്ങ വേണമെന്ന് പറയുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നവർക്ക് മാത്രമേ നമ്മൾ പഴുത്ത മാങ്ങ, അതായത് പഴുത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴുത്തത് വെക്കില്ല. ഈ കളറിലതേ നമ്മൾ വെക്കുള്ളൂ, ഈ കളറ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് കയ്യിൽ ചെല്ലുമ്പോഴത്തേന് നല്ലതായിട്ടിരിക്കും. ഇതിപ്പം അൽഫോൺസ ഇങ്ങനെ 5 വെറൈറ്റി ഇപ്പം നമ്മൾ അയക്കുന്നത്. 5 വെറൈറ്റി ആണോ? ഇപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കുന്ന 5 വെറൈറ്റി, 5, 6, ഇതിപ്പോൾ 6 വെറൈറ്റി ഉണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്, ആപ്പിൾ റൊമാനിയും കൂടെ ഉണ്ട്. കസ്റ്റമർക്ക് ഏതൊക്കെ വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റുമോ? ചൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഹിമാപസന്ത് മാത്രമാണെങ്കിൽ ഹിമാപസന്ത് മാത്രം അയക്കും നമ്മൾ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 5 കിലോയ്ക്കകത്ത് ഒരു ഹിമാപസന്ത്, പിന്നെ ഇതിപ്പോൾ 5 കിലോ മിക്സ് ബോക്സാണ് നമ്മൾ വെച്ചത്. ഒരു ബംഗനാപ്പള്ളി. ഈ മിക്സ് ബോക്സിനകത്ത് നമ്മളിങ്ങനെ ഒരു ബംഗനാപ്പള്ളി, ഒരു ഹിമാപസന്ത്, പിന്നെ അവർ പറയുകയാണെങ്കിൽ അത് ആ മാങ്ങ കൂടുതൽ വെക്കും. പിന്നെ സിന്ദൂര, നടശാല, പിന്നെ ചിലർ പറയും കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയും വയ്ക്കാൻ പറയും. അങ്ങനെ അത് ഇഷ്ടപ്രകാരം അല്ലേ? ഓരോരുത്തരുടെ ഇഷ്ടം. അവർ മെസ്സേജ് അയച്ചാൽ മതി, വിളിച്ച് പറയണ്ട. ഏറ്റവും നല്ലത് ആ മെസ്സേജ് അതിനകത്ത് കിടക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അത് കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്ന കാലാപ്പാടി കൂടുതൽ വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് കാലാപ്പാടി കൂടുതൽ വെക്കും. എങ്ങോട്ടാണെങ്കിലും ഡെലിവറി ഉണ്ട്. എങ്ങോട്ടാണ്? ബാംഗ്ലൂരിലൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ അത് കൊറിയർ ചാർജ് ഒരു എക്സ്ട്രാ ഇച്ചിരി കൂടെ വരും. ഒരു 150 രൂപയുടെ എക്സ്ട്രാ വരും. ഓൾ കേരള ചെയ്യുന്നുണ്ടല്ലേ? ഓൾ കേരള ചെയ്യുന്നുണ്ട്. എത്ര കിലോ? ഫെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ നേരിട്ട് പർച്ചേസ് ചെയ്യാം അല്ലേ? ഫെസ്റ്റിന് വന്നാൽ നേരിട്ട് പർച്ചേസ് ചെയ്യാം. അത് ഒരുപാട് വെറൈറ്റി കാണും ഫെസ്റ്റിന്. ഇതിപ്പോൾ നമ്മൾ തുടക്കമായതല്ലേ ഉള്ളൂ. വിഷു കഴിയുമ്പോഴാണ് മാങ്ങ എല്ലാം വിളയുന്നത്.
ഇതിപ്പോൾ റൊമാനിയ. ഇത് ഇപ്പോൾ ഇന്ന് ഈ വെറൈറ്റിയും കൂടെ ഉണ്ട് നമുക്ക്. ഇതിപ്പോൾ ഒരു 5 കിലോ ബോക്സ്. പിന്നെ കാർട്ടൻ്റെ വെയിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അങ്ങനെയാണ് അയക്കുന്നത്. ഇതിപ്പോൾ ഒരു 5 കിലോ ബോക്സിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ മാങ്ങയും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതല്ല, ഇനി മൂവാണ്ടനാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ മൂവാണ്ടന് വേറെ പ്രൈസാണ്. ഇതിനകത്ത് മൂവാണ്ടൻ ഉൾപ്പെടുത്തത്തില്ല. മൂവാണ്ടന് വില കുറവല്ലേ, അപ്പോൾ അതിന് നമ്മൾ 100 ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രഷ് മൂവാണ്ടൻ മാത്രം നമ്മൾ അയക്കും. കൊറിയർ ചാർജ് മാത്രം മതി. മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അഡ്രസ്സ് വിത്ത് പിൻകോഡും മെസ്സേജ് അയക്കുക. ഏത് വേണം, ഞങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ലിസ്റ്റിനകത്ത് അഡീഷണൽ വേണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ, ഇപ്പം നീലം കൂടുതൽ വേണം, ചിലർക്ക് മല്ലിക കൂടുതൽ വേണം, അപ്പം അത് ഞങ്ങൾ കൂടുതൽ വെക്കും. അതല്ല ഹിമാപസന്ത് മാത്രം വേണമെന്ന് പറഞ്ഞവർക്ക് അങ്ങനെ അയക്കും. ചിലർക്ക് മൂവാണ്ടം മാത്രം അയക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ പഴുത്തത് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ എന്നാലും ഒരുപാട് പഴുത്തൊന്നും വെക്കില്ല. ഇത്രയേ ഒരു പഴുപ്പിലേ വെക്കുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോകും. ഇപ്പൊ തൃശ്ശൂർ എറണാകുളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് അയച്ചാൽ നാളെ കിട്ടും. ഇന്നിപ്പോൾ 5 മണിക്ക് ഉള്ളിൽ അയച്ചാൽ DTDCയിൽ നാളെ കിട്ടും. 10 മണിയാകുമ്പോൾ അവർക്ക് കിട്ടും. ഇവിടുത്തെ വെള്ളമൂവാണ്ടനാണ്. വെള്ളമൂവാണ്ടൻ ഒരെണ്ണം കട്ട് ചെയ്യാം. ഇവിടുത്തെ വെള്ളമൂവാണ്ടന് നല്ല ടേസ്റ്റാണ്, കഴിച്ചു. അതുകൊണ്ട് വെള്ളമൂവാണ്ടൻ തന്നെ ആൾക്കാർ ചോദിക്കും. അല്ലേ? നമ്മൾ സാധാരണ ആൾക്കാരിങ്ങനെ വെള്ളം കൊള്ളി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ, പക്ഷെ അതല്ല, നല്ലതല്ലേ, നല്ല ടേസ്റ്റ്. ഇത് നടശാലയാണേ, ഇത് നടശാല. ഇത് നടശാല. പിന്നെ പഴുത്ത ഇത് ഇരിക്കത്തില്ല അത്രയും, അതുകൊണ്ട് നല്ല മാങ്ങ. ഇത് ഒട്ടും നാരില്ല. ഇങ്ങനെയുണ്ട്. ഇത് കാലാപ്പാടി. കാലാപ്പാടി നമ്മൾ കണ്ട പച്ച നിറത്തിലിരിക്കുമെങ്കിൽ ഇത് കാലാപ്പാടി പഴുക്കുമ്പോൾ ഈ കളറാവും. കാലാപ്പാടി പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും. കാലാപ്പാടി പോലൊരു മാങ്ങ ഇല്ലെന്നാണ് പറയുന്നത്. ഒരു സിന്ദൂരം മുറിക്കട്ടെ. ഈ സിന്ദൂരവും ഇത് നമ്മുടെ നടശാലയും കൂടെ നമുക്ക് തിരിഞ്ഞു പോകും. അപ്പം അത് എക്സ്പെർട്ടുകൾ, ഇത് സിന്ദൂരത്തിന് ഈ ഒരു ചുവപ്പ് രാശി കാണും നല്ലതായിട്ട്, ഐഡന്റിഫൈ ചെയ്യുന്നത്. മാങ്ങയെല്ലാം കണ്ട ഒരുപോലെ തന്നെ ഇരിക്കും. ഇതെല്ലാം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇത് വലിയ കളറൊന്നും കാണത്തില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും. കണ്ടോ, ഇതാണ്, ഒട്ടുമേ നാരില്ല. കണ്ടോ, ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഉണ്ടോ, ഒരു ഭയങ്കര ഒരു ഫ്ലേവറാണ്. നല്ല ബങ്ങനപ്പള്ളി എടുക്കുക. എത്ര ഐറ്റം അല്ലേ ഇപ്പൊ തന്നെ? ഇതെല്ലാം ഉൾപ്പെടും. 5 കിലോ ബോക്സിനകത്ത് ഇതെല്ലാം ഉൾപ്പെടും. ഇതെല്ലാം വരും. അപ്പോൾ നമ്മൾ അത് പറഞ്ഞ ഇത് ബങ്ങനപ്പള്ളിയെ, ഇതൊന്നും ഒരു പുഴുക്കേടോ അങ്ങനെ ഒന്നും കാണത്തില്ല. ഈ മാങ്ങകൾ കണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട്. ഇത് ബങ്ങനപ്പള്ളി. മുമ്പേ തന്നത് ഹിമാപസന്ത്. ഇനി ആപ്പിൾ റൊമാനിയ കൂടെ ഒരെണ്ണം എടുക്കും. ഇത് ആപ്പിൾ റൊമാനിയ. ഇത് ആപ്പിൾ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ വലിപ്പം ഉള്ളത്. ഇത് പഴുത്തത് ഇപ്പോൾ ഇതാ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ആപ്പിൾ റൊമാനിയൊക്കെ. ഇത്തിരി കൂടെ ഒരു വിളയാണ്. ഇപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ടതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മല്ലിക, നീലം ഒന്നും വന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഫെസ്റ്റിനൊക്കെ ആയിട്ട്. മല്ലിക വിളഞ്ഞിട്ടില്ല. ശരിക്കും ഫെസ്റ്റിന് വരുന്നത് നല്ലതല്ലേ? എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാം. അതെ അതെ. അപ്പോൾ വരാൻ തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് വിളിച്ച് പറഞ്ഞാൽ അതെ അയച്ചു തരാം, ബോക്സിൽ അയച്ചു തരുന്നതാണ്. ഓക്കെ.